ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 1ാം ക്ലാസ്സിൻ്റെ അദ്ദർസു റാബി വസലാസൂൻ 34ാമത്തെ പാഠഭാഗം. എന്താണ് ഇവിടെ നമുക്ക് വരുന്നത്? നമുക്കിവിടെ എന്താണ് ചിത്രത്തിൽ? ഓറഞ്ചാണ് അല്ലേ? പക്ഷെ നമുക്കിവിടെ ടാങ്കറിൻ എന്നാണ് വന്നത്. എന്താണ്? ചെറിയ ഓറഞ്ച് ഉണ്ടാവും, ചെറിയ ചുളയോട് കൂടിയിട്ടുള്ള, അതിനാണ് ടാങ്കറിൻ എന്ന് പറയുക. മനസ്സിലായില്ല? അപ്പോൾ ടാങ്കറിൻ എന്താണ് നമ്മൾ അറബിയിൽ പഠിക്കുന്നത്? യൂസുഫി. യൂസുഫി. ഇവിടെ നമ്മൾ യാ ആണ് പഠിക്കുന്നത്. ഇവിടെ അവസാനത്തിൽ നീട്ടാനും ഫീ എന്ന് വരുന്നിട്ടുണ്ട്, യൂസുഫി. അപ്പോൾ യാ എഴുതുന്ന രീതി മനസ്സിലാക്കണം. ഇവിടെ അവസാനത്തിൽ ചേർത്ത് എഴുതിയൊക്കെ രീതിയൊക്കെ നമ്മൾ താഴെ നമുക്ക് ഓരോ വേർഡ്സ് മനസ്സിലാക്കാം. യൂസുഫി, യൂസുഫി മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്ത എന്താ വായിച്ച് നോക്കാം നമുക്ക് താഴെ ഉള്ളത്. യമാമ. യമാമ മ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല, അപ്പോൾ അതൊക്കെ ഓർമ്മ വേണം കേട്ടോ. യമാമ, അപ്പോൾ ആദ്യത്തിൽ എഴുതിയപ്പോൾ യാ എഴുതി അല്ലേ? യമാമ. യുസ്റുൻ. യുസ്റുൻ. യുസ്റുൻ ആദ്യത്തിൽ. ഐസ. ഐസ. ആ ഈസ, ഈ ആയി പോയത് കേട്ടോ. ഐ യാ ആണ് ഈ. ഐസ. ഖൈറുൻ. 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 ഈ ഇടയിൽ വന്നപ്പോൾ ആ എഴുതിയ രൂപം മനസ്സിലാക്കുക. ഖൈറുൻ സുക്കൂനാണ്. യാ യു ഈ. ഇനി യാഇനെ നീട്ടുന്നു മദ്ദക്ഷരം കൊണ്ട്. മിയാഹുൻ. മിയാഹുൻ. സുയൂഫുൻ. സുയൂഫുൻ. യുഹീ. യുഹീ. നേരത്തെ നമ്മൾ യൂസുഫി പറഞ്ഞ പോലെ ഈ ഇവിടെ നീട്ടാൻ വന്നു. യുഹീ. ഈ യാഇനെ നീട്ടുന്ന, അതിൻ്റെ കൂടെ നീട്ടാനും യാ ഇട്ട്. യുഹീ. അടുത്തതാ ഷൈഉൻ. ഷൈഉൻ. ഇവിടെ ചേർത്ത് എഴുതാത്ത അക്ഷരം വന്നപ്പോൾ എഴുതിയ യാ മനസ്സിലാക്കുക. ഷൈഉൻ. നിയാ ഷയ്യദ. നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ച ഷദ് വന്നു ഇവിടെ യാന്. അപ്പോൾ ഷയ്യദ. ഷയ്യദ. കുർസിയുൻ. കുർസിയുൻ. ജുയ്യിദ. ജുയ്യിദ. യുൻ ഒക്കെ മനസ്സിലാക്കാം. അടുത്തതാ അയ്യാമുൻ. മദ്ദക്ഷരം വന്നിട്ടുണ്ട്, ശബ്ദം വന്നിട്ടുണ്ട്. അയ്യാമുൻ. ഹുയ്യീക്കും. യാ നീട്ടാൻ യാ അല്ലേ? കസ്രയെ നീട്ടാ യാ. ഹുയ്യീക്കും. അയ്യൂബു. യൂബു. അയ്യൂബു. അപ്പോൾ യാ ഒറ്റക്ക് എഴുതുന്ന രീതി മനസ്സിലാക്കുക. മനസ്സിലായ? യാ. യാ അക്ഷരത്തിൻ്റെ പേര് യാ. അടുത്തതാ യബ്അസു. 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 അടുത്തതാ അലൈഹിം. 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 യാ ഈ. യുസ്റുൻ. യുസ്റുൻ. യാ വ്യത്യസ്ത ഹർക്കത്തോടു കൂടി വരുന്നുണ്ട്, മനസ്സിലാക്കണം കേട്ടോ. യുസ്റുൻ. ജൈബുൻ. ജൈബുൻ. യാബിസുൻ. യാബിസുൻ. മുഹീ. മുഹീ. ഷുയൂഖുൻ. ഷുയൂഖുൻ. അയ്യദ. അയ്യദ. സുയ്യിന. സുയ്യിന. ഖയ്യൂമുൻ. 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 അതൊക്കെ ശബ്ദം വന്നതോ നീട്ടാൻ വന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ഇനി ഖുർആനിൽ നിന്ന് യാ വന്ന ചെറിയ ആയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ യാ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമുക്കൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാം. യദ്ഉൽ യതീം. യാ. യദ്ഉൽ യാ. യത്തീം. ലാമിനോട് ചേർത്ത് വന്നപ്പോൾ എഴുതിയത് ഖുർആൻ്റെ റസ്മുൽ ഉസ്മാനി എത്തി രീതിയാണ് കേട്ടോ അത്. അടുത്തതാ
യൗമഇദി യസ്ദുറു യൗമഇദി യസ്ദുറു യ സ്വാദിനോട് ചേർത്ത് എഴുതി. ഇവിടെ വാവ് യൗ മനസ്സിലാക്കുക. ഐനുൻ ജാരിയ ഐനുൻ ഐനുൻ യ അല്ലേ ജാരിയ യ അവസാനം താ വന്ന് അപ്പം നമ്മൾ യ അങ്ങനെ നിർത്തിയിട്ടാ. ഇനി താഴെ ഖുർആനിൽ വന്ന തന്നെയാണ്. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ വഅർസല അലൈ യ ത്വയ് അബാബീൽ മദ്ദശ്രമായിട്ട് യാ വന്നു. ഇന്ന ഇലൈന ഇയാബഹും ഇന്ന ശദ്ദുള്ള നൂന് വന്നില്ല. ഇലൈ യാ ഇയാബഹും നമുക്ക് മനസ്സിലാക്കിയിട്ട് യാ ശ്രദ്ധിക്കുക. ഒന്ന് പറഞ്ഞു നോക്കുക വേർഡ്സുകളൊക്കെ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. യൂസുഫി യൂസുഫി വായിക്കുക മനസ്സിലാക്കുക. ഇനി നിലവിൻ യാന് നിറം നൽകാനാണ്. ഇവിടെ പിങ്ക് കളറിൽ ഇങ്ങനെ നമുക്ക് വൃത്തിയിൽ നിറം നൽകാം. പുള്ളിയിടാം. യാ പറയട്ടാ യാ യാ ട്ടാ. നർസു മുകളിലൂടെ എഴുതി പഠിക്കാൻ ഇവിടെ ഡോട്ട് ഉണ്ട്. അതിൻ്റെ മേലെ കൂടെ അങ്ങനെ തന്നെ എഴുതണം. ഇവിടെ നിന്നൊന്നും തുടങ്ങാൻ പാടില്ല കേട്ടാ. ഇങ്ങനെ വേണം തന്നെ യാ. ഇതിവിടെ ഡോട്ട് ഇട്ടിട്ടില്ല, പക്ഷെ മനസ്സിലാക്കട്ട യാ എഴുതുന്നത്. ഇനി നെക്തുബ് നമുക്ക് ഇവിടെ താഴോട്ട് സ്പേസിലേക്ക് എടുത്ത് എഴുതാനാണ്. അപ്പോൾ അത് അതിൽ എഴുതിയ പോലെ അങ്ങനെ എഴുതാം. മനസ്സിലായില്ല? അങ്ങനെ യാ അങ്ങനെ ഇത് മുഴുവനാക്കുക. യാ പറഞ്ഞിട്ടാ. ഇനി നളഉ ദാഇറ അലാ യാ ഇവിടെ ഉള്ളതിൽ യാകൾക്ക് റൗണ്ട് ചെയ്യാനാണ്. യുസ്രുൻ ഫസ്റ്റ് വന്നു യുസ്രുൻ. ജയ്ബുൻ ഇടയിൽ വന്നു ജയ്ബുൻ. ഷെയ്ഉൻ ഇവിടെ ഇടയിൽ വന്നു. ഇവിടെ അക്ഷരം ചേർത്ത് എഴുതാത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ ഹയ്യുൻ ഇവിടെ അവസാനത്തിൽ വന്നു അല്ലേ. മുനീറുൻ ഇവിടെ ഇടയിൽ മദ്ദശ്വരമായിട്ട് യാ വന്നിട്ടുണ്ട്. മുനീറുൻ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് ഉദാഹരണത്തിലേതുപോലെ താഴെയുള്ള അക്ഷരങ്ങൾ എഴുതാണ്. ഇവിടെ തോ തോ തു തൂ തി തീ തുൻ ഹത്തുൻ. തുൻ എന്ന് വന്നിട്ടുണ്ട്, അതിന് ശബ്ദമില്ല. ഇവിടെ ഹത്തുൻ ശബ്ദം വന്നു അല്ലേ. അതേപോലെ ഇനി ഐന് ഐനാണ്. ഐനിന് ഫതഹ ഇട്ടിട്ട് ആ. അപ്പോൾ ഇവിടെ ആ എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? ചേർത്ത് എഴുതുന്ന ഏതാണ്? ആ അല്ലേ. ഇനി ഓ എഴുതുമ്പോൾ ഇതിന് ലൊമ്മിട്ടാൽ മതി. ഓ. പിന്നെ ഓ ആണെങ്കിലാ ഓ. പിന്നെ ഐ ഐ എന്ന് വരുമ്പോഴാ ഐ യാ. പിന്നെ ഓൻ തൻവീൻ ലം ഓൻ. പിന്നെ ഇതുപോലെ ഹത്തുൻ വന്നതുപോലെ നമുക്ക് ഓൻ വരുന്ന ഒരു വേർഡ്സ് ഇവിടെ എഴുതണം. എന്തെഴുതും? ഓൻ വരുന്നത് നമുക്കവിടെ എന്തെഴുതാ? ജൂ ജൂ ഉൻ ശബ്ദം തൻവീൻ ലമ്മും ജൂ ഉൻ എഴുതാം. അതുപോലെ ഇനി ഫ ഫാക്ക നമുക്കറിയാം. ഫ അതേപോലെ തന്നെയാണ് നീട്ടുക അല്ലേ. ഫ ഫു ഫൂ ഫി ഫീ ഫുൻ ഹഫുൻ. ഇതുപോലെ ഹഫുൻ എന്ന് എഴുതി കൊടുക്കാം. ഫാന് ശബ്ദം വരണം, തൻവീൻ ലമ്മും വരണം. ഇനി അതുപോലെ കാഫ് ക കാ കു കൂ കൈ കൈ കുൻ. പിന്നെ ഷക്കുൻ ഷക്കുൻ. ഷ ചേർത്തിട്ട് ഷക്കുൻ എന്ന് എഴുതാം. പുള്ളിയുള്ള ഷ. അടുത്തത് ഈ കാഫ് വരണം. അപ്പോൾ ഈ കാഫ് നമ്മൾ നീട്ടുമ്പോൾ എങ്ങനെ എഴുതുക? കാ. നമ്മൾ ഈ കാഫിനെ നീട്ടുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. കാ. മനസ്സിലായില്ലേ? ഇനിയാ കു. കൂ നമുക്ക് ഇങ്ങനെ എഴുതാം. കൂ എഴുതുമ്പോഴാ കൂ. ഇതിലൂടെ വാവ എഴുതുക. ഇനി
കൈ ഇങ്ങനെ എഴുതാം. പിന്നെ കൈ എഴുതുമ്പോൾ യാ ഇതുമിലൂടെ യാ കൈ. ഇനി കുൻ എഴുതുമ്പോൾ ഇതിട്ടിട്ട് തൻവീൻ ലമ്മിടാം കുൻ. ഇനിയാ നമുക്ക് ഹക്കുൻ എന്ന് ഈ കാഫ് ചേർത്തിട്ട് അവിടെ ഹക്കുൻ ഷദ്ദും തൻവീൻ ലൊമ്മും ഹക്കുൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഞാനിങ്ങനെ സ്ട്രെയിറ്റിൽ വെച്ച് എഴുതുന്നതുകൊണ്ടാണ് അക്ഷരം ക്ലിയർ ആവാത്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി എഴുതണം. ഇനി ലാ നീട്ടാനിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അലിഫ് ഇടുക കേട്ടോ. ലാ ലൂ വാവ ഇമലൂടെ ചേർത്ത് എഴുതുക. പിന്നെ ലീ യാ ലുൻ ശബ്ദം കൊടുത്തിട്ട് എന്ത് ചെയ്താ ജല്ലുൻ ജല്ലുൻ ശബ്ദം കൊടുക്കട്ടോ ജല്ലുൻ. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി മാ അങ്ങനെ നീട്ടാം. അതുപോലെ തന്നെ മൂ വാവ് കൊടുക്കാം. മീ യാ കൊടുക്കാം. മുൻ തൻവീലം മുൻ. ഇനിയാ ഉമ്മുൻ ശബ്ദ കൊടുക്കാം. തൻവീലം കൊടുക്കാം ഉമ്മുൻ. അപ്പോൾ അവിടെ ഉമ്മുൻ അലിഫ് ഹംസ ലൊമ്മ് ഉമ്മുൻ മീം കൊടുക്കാം. ശബ്ദ കൊടുക്കാം. തൻവീലം ഉമ്മുൻ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുക. ഇനി നമ്മൾ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ച് അത് ഓർഡറിൽ ഇവിടെ കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഓർഡറിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലായിട്ട് എഴുതുക. അലിഫ് ബ താ സാ ജീമ് ഹ പുള്ളിയുള്ള ഹ. പിന്നെ ദാല് റാ സായി സീന് ഷീന് പുള്ളിയുള്ള ഷീന് സോദ് ലോദ് തോ ലോ ഐന് ഒയ്ന് ഫ ഖാഫ് പിന്നെ കാഫ് ലാമ് മീമ് നൂന് വാവ് ഹ യാ. അപ്പോൾ അത് അക്ഷരങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അലിഫ് ബ താ 2 പുള്ളി സാ 3 പുള്ളി ജീമ് ഹ അല്ലേ? അപ്പോൾ അതൊക്കെ ഓർഡറിൽ മനസ്സിലാക്കി എഴുതട്ടോ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു അക്ഷരത്തിൻ്റെ ഒരു ഫോട്ടോ ഇടാം. നിങ്ങൾക്ക് ഒന്നായിട്ടുള്ള അക്ഷരങ്ങൾ പാഠഭാഗത്തിലൊന്നും ഇല്ല അല്ലേ? അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയിൽ നോക്കി എഴുതണം. ഞാനിങ്ങനെ സ്ട്രെയിറ്റിൽ വെച്ച് ഇങ്ങനെ എഴുതുന്നത് കൊണ്ടാണ് അക്ഷരങ്ങൾ ക്ലിയർ ആവാത്തത്. പിന്നെ അപ്പോൾ ഞാനിവിടെ ഫോട്ടോ വെക്കാം, ഉപകാരപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ 34ാമത്തെ പാഠത്തിൽ യാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.